കൃഷ്ണഗാഥയിലെ വരികൾ ഒരിക്കൽ പോലും ഈണത്തിൽ ചൊല്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. ആരാണ് ചെറുശ്ശേരിയെന്നും അദ്ദേഹം എവിടെയാണ് താമസിച്ചിരുന്നതെന്നും പലർക്കും അധ്യാപകർ പറഞ്ഞുകേട്ട അറിവ് മാത്രമേയുള്ളൂ. വിസ്മൃതിയുടെ പായലും പൂപ്പലുമേറ്റ് നിറം മങ്ങിയ ചരിത്രത്തെ തിരിച്ചു കൊണ്ടുവരികയാണ് കണ്ണൂരിലൊരുങ്ങുന്ന ചെറുശ്ശേരി മ്യൂസിയത്തിലൂടെ. കണ്ണൂർ ജില്ലയിലെ ചിറക്കലിലാണ് ചെറുശ്ശേരിക്ക് നിത്യസ്മാരകമൊരുങ്ങുന്നത്. ഭാഷാപ്രേമികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് അഴീക്കോട് MLA KV സുമേഷ് സർക്കാരിന് പദ്ധതി സമർപ്പിച്ചത്. ചെറുശ്ശേരി നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചിറക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തെയാണ് ചെറുശ്ശേരി മ്യൂസിയമാക്കി ഉയർത്തുന്നത്. കോലത്തിരി രാജാവിന്റെ നിർദ്ദേശപ്രകാരം ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചുവെന്നും ചരിത്രകാരന്മാർ കരുതുന്ന ക്ഷേത്രത്തിന്റെ തനിമ നിലനിർത്തി സാംസ്കാരിക പൈതൃക കേന്ദ്രമാക്കി മാറ്റാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സാംസ്കാരിക വകുപ്പ് പദ്ധതിക്കായി 2 കോടി രൂപയാണ് വകവരുത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 15-നകം പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി സമർപ്പിക്കാൻ വാസ്തുവിദ്യ ഗുരുകുലത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചിറക്കൽ കോവിലകം ട്രസ്റ്റുമായി ചർച്ച നടത്തി രൂപരേഖ അന്തിമമാക്കി തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഓപ്പൺ ഓഡിറ്റോറിയം, വൃന്ദാവനം, മുഴുവൻ സമയവും കൃഷ്ണഗാഥ ശ്രുതിമധുരമായി ശ്രവിക്കാവുന്ന ശബ്ദ സംവിധാനം, കൃഷ്ണഗാഥയുടെയും ചെറുശ്ശേരിയുടെയും ചരിത്ര പ്രാധാന്യം ചിത്രീകരിക്കാവുന്ന മ്യൂസിയം എന്നിവയാണ് ചെറുശ്ശേരി മ്യൂസിയത്തിന്റെ ഭാഗമായി ഒരുക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ കോലത്തിരി ഉദയവർമ്മ രാജാവിന്റെ സദസ്യനായ മഹാകവിയെയും കൃഷ്ണഗാഥയെയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനാണ് പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായി കണ്ണൂർ ചിറക്കലിൽ മ്യൂസിയം ഒരുങ്ങുന്നത്. ക്ഷേത്രനഗരിയായ ചിറക്കലിന്റെ തീർത്ഥാടന ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി പരിഗണിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ചിറയായ ചിറക്കൽ ചിറയുടെ നവീകരണം ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ചിറയിൽ നീന്തൽ പരിശീലന കേന്ദ്രവും ബോട്ട് സവാരിക്കുള്ള സൗകര്യവും ചിറയ്ക്ക് ചുറ്റും വാക്ക്വേയും പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാനായി പാർക്കുകളും സ്ഥാപിക്കും. ചെറുശ്ശേരി മ്യൂസിയത്തിൽ അത്യാധുനിക ഡിജിറ്റൽ ഗ്രന്ഥാലയം, ചെറുശ്ശേരിയുടെയും ചിറക്കൽ രാജവംശത്തിന്റെയും ചരിത്രം പറയുന്ന രേഖാചിത്രങ്ങളും പൂർണ്ണകായ ചെറുശ്ശേരി പ്രതിമയും സ്ഥാപിക്കും. ക്ഷേത്രം കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള പ്രത്യേക ഇടങ്ങളും ഇതിന്റെ ഭാഗമായി ഒരുക്കും. 1200 വർഷങ്ങൾ പഴക്കമുള്ളതാണ് ചിറക്കൽ ചിറയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം. ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതി പൂർത്തിയാക്കിയത് ചിറക്കൽ ചിറയുടെ കിഴക്കുവശത്തുള്ള ഈ ക്ഷേത്രത്തിൽ താമസിച്ചുകൊണ്ടാണെന്നാണ് ഐതിഹ്യം. മതിലകം ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വളരെ സവിശേഷമായ ആരൂഢമാണുള്ളത്. 1500-ലേറെ പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നിർമ്മിച്ച വിശാലമായ ഊട്ടുപുര ചിറക്കൽ രാജവംശത്തിന്റെ പോയ കാലത്തെ പ്രൗഢിയിലേക്ക് വെളിച്ചം വീശുന്നതാണ്. കൃഷ്ണഗാഥയിലെ ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ കംസവധം വരെയുള്ള ഭാഗങ്ങൾ ഗോപുരത്തിൽ അതിമനോഹരമായി ദാരുശില്പങ്ങളിലൂടെ കൊത്തിവെച്ചിട്ടുണ്ട്. ചെറുശ്ശേരി ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കുന്ന ചിറക്കൽ ഫോക്ലോർ അക്കാദമിയിൽ ചെറുശ്ശേരിയുടെ പ്രതിമയും ഓഡിറ്റോറിയവുമുണ്ട്. കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ കേരളത്തിലെ കാവ്യ ആരാധനാ കേന്ദ്രമായി മാറ്റണമെന്ന് ഫോക്ലോർ ഗവേഷകൻ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് പറഞ്ഞു. കേരളത്തിലെ മലയാളക്കരയിലെ ആദ്യത്തെ ജനകീയ പാരായണ കാവ്യമായിരുന്നു കൃഷ്ണഗാഥ. കോലത്തിരി രാജാവിന്റെ ഉദയവർമ്മൻ കോലത്തിരിയുടെ ആജ്ഞയാൽ നിർമ്മിച്ച കൃഷ്ണഗാഥ ചിങ്ങമാസം മുഴുവനും പാരായണം ചെയ്യണമെന്ന് തിട്ടൂരമിറക്കിക്കൊണ്ട് കവിക്കുള്ള ആദരവ് സമർപ്പിച്ച കോലത്തിരി രാജ്യമാണ് മലയാളക്കരയിൽ ആദ്യമായിട്ട് ഒരു കാവ്യത്തെ തൻ്റെ പ്രജകൾ മുഴുവനും പാരായണം ചെയ്യണമെന്ന് തിട്ടൂരമിറക്കി ജനതയെ കൊണ്ട് അംഗീകരിപ്പിച്ചത് തന്നെയാണ് ചെറുശ്ശേരിക്ക് ജനങ്ങൾ നൽകിയ സ്മാരകം. കൃഷ്ണഗാഥയിലൂടെ മലയാളികൾ അറിഞ്ഞ അസുലഭ കാവ്യ വ്യക്തിത്വത്തിന് ചിറക്കലിൽ ഒരു മ്യൂസിയം ഒരുങ്ങുന്നത് നഷ്ടമായ ഓർമ്മകളെ നിലനിർത്താനും തിരിച്ചു പിടിക്കാനും കൂടിയാണ്.